ഹായ് ഫ്രണ്ട്സ്, സോളിഡ് ഇൻഫർമേഷനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വേക്കൻസി ഹോമിയോ ഡിസ്പെൻസറിയിൽ അറ്റൻഡർ ജോലി ഒഴിവുകളുണ്ട്. താല്പര്യമുള്ളവർ ഉടൻ അപേക്ഷിക്കുക. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആരോഗ്യമേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കുള്ള അറിയിപ്പുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. കൊല്ലം, പാലക്കാട്, തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് വിവിധ തസ്തികകളിലേക്കായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അറ്റൻഡർ, കണ്ടിജന്റ് ജീവനക്കാർ, സ്റ്റാഫ് നഴ്സ് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായി കാണുക. കൊല്ലം ജില്ലയിൽ കണ്ടിജന്റ് ജീവനക്കാരെയാണ് ആവശ്യമുള്ളത്. കൊതുകിൻ്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് നിയമിക്കുന്നത്. താൽക്കാലിക നിയമനമാണ് ഇതിൽ വരുന്നത്. ഇതിലേക്ക് വേണ്ട യോഗ്യത 8ാം ക്ലാസ് പാസ്സായിരിക്കണം. ആരോഗ്യമേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. 90 ദിവസത്തേക്കാണ് നിയമന കാലാവധി വരുന്നത്. സാലറി ദിവസം 675 രൂപയാണ് വരുന്നത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത്. ജൂലൈ 10 രാവിലെ 10 മണിക്ക് കൊല്ലം NHM ഹാളിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇൻ്റർവ്യൂവിന് കൊണ്ടുവരേണ്ട രേഖകൾ: അസൽ സർട്ടിഫിക്കറ്റുകൾ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, തിരിച്ചറിയൽ രേഖ, തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ കൊണ്ടുവരേണ്ടതാണ്. കോൺടാക്റ്റ് നമ്പർ 047427950017. അടുത്ത വേക്കൻസി പാലക്കാട് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിൽ അറ്റൻഡർ ജോലി ഒഴിവുകളുണ്ട്. കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിലാണ് അറ്റൻഡർ തസ്തികയിലേക്ക് ഒഴിവ് വന്നിരിക്കുന്നത്. താൽക്കാലിക ഒഴിവാണ്. യോഗ്യത വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. രജിസ്റ്റർ ചെയ്ത ഹോമിയോ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ നിന്ന് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് ജൂലൈ 8 ആണ്. കോൺടാക്റ്റ് നമ്പർ 046622760667. തൃശ്ശൂർ ആരോഗ്യ കേരളത്തിൽ NHMൻ്റെ കീഴിലായി സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം വന്നിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ: GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ്. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. പ്രായപരിധി 40 വയസ്സ്. സാലറി വരുന്നത് പ്രതിമാസം 20,500 രൂപ. അപേക്ഷ ഓൺലൈനായി മാത്രമാണ് സ്വീകരിക്കുന്നത്. തപാൽ വഴി സ്വീകരിക്കുന്നതല്ല. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ്: ആരോഗ്യ കേരളം വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം ലിങ്ക് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ജൂലൈ 4 വൈകിട്ട് 5 മണിക്ക് മുന്നായി അപേക്ഷിക്കണം. അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ: ജനനതീയതി, യോഗ്യത, രജിസ്ട്രേഷൻ, പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവയടങ്ങിയ ഒരു ബയോഡറ്റയാണ് അപേക്ഷിക്കേണ്ടത്.